നമസ്കാരം. ആംസ്റ്റർ ഇമിഗ്രേഷൻ എന്ന് വന്നിരിക്കുന്ന സന്തോഷ വാർത്തയുമായിട്ടാണ്. കാനഡയുടെ ന്യൂ ബ്രൻസ്വിക് പ്രോവിൻസ് ട്രാൻസ്പോർട്ടേഷൻ രംഗത്തുള്ളവർക്ക് വേണ്ടി ഒരു വിർച്വൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണേണ്ട ആളുകളെ പറ്റി ഞാനൊന്ന് പറയാം. ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് പറയാം. ഹെവി ഡ്യൂട്ടി എക്യുപ്മെൻറ്റ് മെക്കാനിക്സിന് ഈ വീഡിയോ കണ്ടാൽ പ്രയോജനമുണ്ട്. അതേപോലെ ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻസ്, അതായത് സർവീസ് ഇൻഡസ്ട്രിയിൽ ഹെവി വെഹിക്കിൾ സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതായത് ബസ് മെക്കാനിക്ക് അല്ലെങ്കിൽ ട്രക്ക് മെക്കാനിക്കൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ ചാൻസ് ഉണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ട്രക്ക് ഡ്രൈവേഴ്സ്, നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് പ്രയോജനമുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേര്, അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഈവൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ബ്രൻസ്വിക് പ്രോവിൻസ് ഒരുക്കുന്ന ഈവൻ്റാണ്. ഇടയ്ക്കിടെ ഈ പ്രോവിൻസ് ധാരാളം ഈവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. പല കാറ്റഗറിയിലെ ആളുകളെ കാനഡയുടെ ന്യൂ ബ്രൻസ്വിക് പ്രോവിൻസിലേക്ക് നേരിട്ട് പ്രോവിൻസിൻ്റെ അതോറിറ്റിയും അതോടൊപ്പം തന്നെ അവിടുത്തെ എംപ്ലോയേഴ്സും ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ട്രാൻസ്പോർട്ടേഷൻ വിർച്വൽ റിക്രൂട്ട്മെൻറ്റ് 2024 നടക്കുന്നത് 2024 മെയ് 27, 28 തീയതികളിലാണ്. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ഇതൊരു കനേഡിയൻ ഇമിഗ്രേഷനിൽ ഇതിൻ്റെ ഒരു പ്രത്യേക കീവേഡ് ഉണ്ട്. അതിന് NOC എന്ന് പറയും, നാഷണൽ ഒക്കുപേഷൻ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ TEER എന്നാണ് ഇതിന് ഈ നമ്പറിന് പറയുക. ഈ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെയും നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അടിസ്ഥാനത്തിലാണ് ഈ നമ്പർ ഗവൺമെൻറ് ഓഫ് കാനഡ നൽകുന്നത്. അപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഒരു വേർഡാണ് NOC അല്ലെങ്കിൽ TER എന്ന്. നിങ്ങൾക്കത് പരിചിതമായ വാക്കല്ലെന്ന് എനിക്കറിയാം, ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ തന്നെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അല്ല എന്താണ് TER അല്ലെങ്കിൽ NOC എന്നത്. അപ്പം ഞാൻ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 72401 എന്ന ഹെവി ഡ്യൂട്ടി എക്യുപ്മെൻറ്റ് മെക്കാനിക്കിന് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. NOC ആണ് 72401. അതേപോലെ തന്നെ 72410 ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻസ്, ട്രക്ക് ആൻഡ് ബസ് മെക്കാനിക്, അവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അടുത്തത് 73300 ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവേഴ്സ്. ധാരാളം പേരാണ് ആംസ്റ്റർഡമിലേക്ക് ചോദ്യം, ട്രക്ക് ഡ്രൈവിംഗ് വേക്കൻസി ഉണ്ടോ, ട്രക്ക് ഡ്രൈവിംഗ് വേക്കൻസി ഉണ്ടോ. ഞാൻ അവരോട് പറയാറുണ്ട്, ഒന്നുകിൽ UAE നേരിട്ടൊരു വെർച്വൽ അല്ലാതെ നേരിട്ടുള്ള ഇവൻറ്റ്സുകൾ വരാറുണ്ട്. അത് ജാനുവരി ഫെബ്രുവരി മാസത്താണ് ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനത്തെ വെർച്വൽ ഇവൻറ്റ്സ് ധാരാളം നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഞാൻ സ്റ്റെപ്പ് ബൈ പറഞ്ഞുതരാം. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു ഈവൻറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞ് UAE കുറച്ച് ഏജൻസികൾ അവർ പോസ്റ്റൊക്കെ അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യൂ, അവർക്ക് നിങ്ങൾക്ക് ഫീസൊക്കെ അടയ്ക്കണം, അവരത് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു വരും. ദയവായി അങ്ങനെയുള്ള ഏജൻസികളിൽ കൊണ്ടിടണ്ട. നമ്മൾ നേരിട്ട് നിങ്ങൾക്കൊരു മൊബൈലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആരുടെയും കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. ഇത് ആരെങ്കിലും വഴി ഫീസ് അടച്ച് പ്രത്യേകം ചില ഏജൻസികൾ വഴി കിട്ടുന്ന ഒരു പരിപാടിയല്ല. റിപ്പീറ്റഡ് ആയും പറയുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ കോള് വരാം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാൻ സാധിക്കും, ഞങ്ങൾ വഴി വരൂ, ഇപ്പോൾ അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ്. ഒരിക്കലും ഇതൊരു ഏജൻസി വഴി ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിർച്വൽ ഈവൻറ്റ്സ് ഈ പറയുന്ന പ്രോവിൻസ് നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏജൻസി നേരിട്ട് ഏൽപ്പിക്കും, വിർച്വൽ ഈവൻറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ഏജൻസി പോയി നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊടുത്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇത് രജിസ്റ്റർ ചെയ്ത് എല്ലാവരെയും വിളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രയോറിറ്റി നിൽക്കുന്ന ആളുകളെയാണ് വിളിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകളും ഇത് രജിസ്റ്റർ ചെയ്യാൻ മടിക്കേണ്ട. നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇതിനകത്ത് അഡീഷണലി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ നമുക്ക് നോ പറഞ്ഞു പോകാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ഈ ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു രജിസ്ട്രേഷൻ ഫോം ഗവൺമെൻറ് ഓഫ് ന്യൂ ബ്രൻസ്വിക് പ്രോവിൻസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ കാണുന്ന യൂട്യൂബിലാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാമിലാണ് എൻ്റെ ബയോയിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റിലോ ഈ ഡിക്ലറേഷൻ എവിടെയെങ്കിലും ഞാൻ ആ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലോട്ട് പോകാം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനുവേണ്ടി ആംസ്റ്ററിൻ്റെ വാട്സാപ്പിലോ കോളൊന്നും ചെയ്ത് ചോദിക്കരുത്.
ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ട് തന്നെ വേറൊരു ഏജൻസി വഴി ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ഫോമാണ്. ആ ഫോം ഞാനിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട് 24 മെയ് 2024 ഈ ന്യൂ ബ്രൻസ്വിക്കിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ റിക്രൂട്ട്മെന്റ് വിർച്വൽ പ്രോഗ്രാമിന്റെ ഡെഡ് ലൈൻ. നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ട അവസാനത്. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, ഇമെയിലിൽ ഒന്നുകൂടെ കൺഫർമേഷൻ കൊടുക്കുക. സെലക്ട് ഡേറ്റ് മെയ് 27 വേണോ മെയ് 28 വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2 ദിവസം ഉള്ളത് കൊണ്ട്. ഇനി ചൂസ് ചെയ്യുന്ന ആളുകളുടെ NOC അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ് മെക്കാനിക് ആണെങ്കിൽ നിങ്ങളുടെ NOC വരുന്നത് 72401 ആയിരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് മേഖലയിലായിരിക്കും. ഹെവി എക്യുപ്മെന്റ് മെക്കാനിക് അത്രയേ ഉള്ളൂ. ആണെങ്കിൽ നിങ്ങളുടെ ഒരു CV അതിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം നിങ്ങൾ NOC അത് ചെക്ക് ചെയ്യുക. ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളുടെ NOC വരുന്നത് നിങ്ങളുടെ കോഡ്, അതൊക്കെ സിമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ കോഡ് വരുന്നത് 73300 ആണ്. നിങ്ങളത് ചൂസ് ചെയ്യുക. മെക്കാനിക് ആണെങ്കിൽ നിങ്ങളുടെ കോഡ് വരുന്നത് 72410. ഇവിടെ ഓൾറെഡി ഉണ്ട്, നിങ്ങളത് ചൂസ് ചെയ്യാം. സെലക്ട് യുവർ NOC. അപ്പോൾ മെക്കാനിക് ആണെങ്കിൽ മെക്കാനിക്, ഹെവി എക്യുപ്മെന്റ് ആണെങ്കിൽ ട്രക്ക് ഡ്രൈവർ നമുക്കത് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് ട്രക്ക് ഡ്രൈവർ എന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാനൊരു 3 ഇയർ എക്സ്പീരിയൻസ് ഇച്ചിരി നല്ല ഗുമ്മായിക്കോട്ടെ. 4 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 4 ഇയർ കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? യെസ്. നമുക്ക് ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, യെസ് കൊടുക്കുന്നു. അതുപോലെ അടുത്ത് ചോദിക്കുന്നത് ഇഷ്യൂയിങ് കൺട്രി, ഏത് കൺട്രിയിൽ നിന്നാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയ, ബെൽജിയം, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, ഇറ്റലി, ജപ്പാൻ, നെതർലൻഡ്സ്, ന്യൂസിലാൻഡ്, നോർവേ, പോർച്ചുഗൽ, ഇങ്ങനെ കുറേ രാജ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ അല്ല. അതർ എന്നൊരു ഓപ്ഷനാണുള്ളത്. ഇന്ത്യ ഇല്ല, UAE, മിഡിൽ ഈസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതർ ഓപ്ഷൻ കൊടുത്തു. പ്ലീസ് സ്പെസിഫൈ ദ ഇഷ്യൂയിങ് കൺട്രി അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ UAE ആണെങ്കിൽ UAE, അല്ലെങ്കിൽ ദുബായ് ആണെങ്കിൽ ദുബായ്, അബുദാബി ആണെങ്കിൽ അബുദാബി, സൗദി അറേബ്യ ആണെങ്കിൽ സൗദി അറേബ്യ, അങ്ങനെ തന്നെ കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ കൊടുക്കുക. ഡു യു ഹാവ് എ വാലിഡ് ക്ലാസ് 1 ഡ്രൈവിംഗ് ലൈസൻസ്? ഇതൊരു കനേഡിയൻ പെർമിറ്റ്സ് ദാറ്റ് ഹോൾസ് ടു ഓപ്പറേറ്റ് സെമി ട്രെയിലർ ട്രക്കൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് ആണ്, ക്ലാസ് E ലൈസൻസ്. എന്തായാലും ഇന്ത്യയിൽ നിൽക്കുന്ന നമുക്കത് ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ UAE ഉള്ളവർക്ക് അത് കിട്ടാൻ സാധ്യതയില്ല. അവിടെ നോയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഡു യു ഹാവ് എനി എ ക്ലീൻ ഡ്രൈവേഴ്സ് അബ്സ്ട്രാക്ട്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈവിംഗ് വയലേഷൻ, ആക്സിഡൻ്റൽ, അങ്ങനത്തെ പ്രശ്നങ്ങളല്ലോ ലൈസൻസിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? നോ, നമ്മളത് കൊടുക്കുന്നു. ഡു യു ഹാവ് എ ട്രേഡ് സർട്ടിഫിക്കേഷൻ, റെഡ് സീൽ ടെക്നീഷ്യൻ, ഇത് കൊമേഴ്ഷ്യൽ ട്രെയിലർ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ? റെഡ് സീൽ ഉണ്ടോ? സർട്ടിഫിക്കേഷൻ, റെഡ് സീലിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ട്രേഡ് സർട്ടിഫിക്കേഷൻ ആണ്. അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി അത് എടുക്കാൻ താല്പര്യമുണ്ട് പറ്റുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളവിടെ യെസ് കൊടുക്കുക. ഡു ഹാവ് എ വാലിഡ് കനേഡിയൻ ഫെഡറൽ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്പർ? നിങ്ങളൊരു കാനഡയിലേക്കുള്ള പെർമനന്റ് റെസിഡൻസി അപേക്ഷിച്ച് അതിൻ്റെ അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ വാലിഡായ നമ്പർ ഉണ്ടോ? സാധാരണ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ അത് കുറവാണ്. നിങ്ങൾക്കത് അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ കാനഡയിലെ ഡിഗ്രി വേണം, IELTS എഴുതി ഒത്തിരി കടന്ന് വേണം പോകാൻ. മേ ബി നിങ്ങളുടെ വൈഫ് അതിൽ എൻ്റർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഉദാഹരണം, നിങ്ങളുടെ വൈഫ് ഒരു നഴ്സോ എഞ്ചിനീയറോ ആണ്, നിങ്ങൾ ട്രക്ക് ഓടിക്കുന്നു, നിങ്ങളെല്ലാം മെക്കാനിക്കാണ്, ആ പ്രൊഫൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമുക്കത് ഓപ്ഷൻ ഇല്ലാത്തവരവിടെ നോ കൊടുക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ മെക്കാനിക്കൽ ഡിപ്ലോമ വെച്ച് പെട്ടെന്ന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഏജൻസിയൊക്കെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ട്രാപ്പിലാക്കുന്നത്. അവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറയും. സോ അത് സൂക്ഷിക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. കാരണം നല്ല രീതിയിൽ IELTS ഒക്കെ എടുക്കണം, നല്ല കടമ്പയാണ്, നല്ല സമയമെടുക്കും. ഇപ്പോൾ എന്തായാലും ഇടിപിടി എന്നുള്ള മെയ് 24 മുമ്പ് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ കൊടുക്കുക. ഞാനില്ല, നോയാണ് കൊടുക്കുന്നത്. അടുത്തത്, യു ഹാവ് വാലിഡ് IM ഇമിഗ്രേഷൻ ന്യൂ ബ്രൻസ്വിക്ക് പ്രൊഫൈൽ നമ്പർ. അത് പ്രൊവിൻസ് നോമിനേഷൻ എവിടെയെങ്കിലും ആ ഓപ്ഷൻ കൊടുത്ത് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് നോക്കാം. ഇതൊന്നും ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇതിനകത്ത് വെറി ചെയ്യേണ്ട, നിങ്ങൾ നോ കൊടുത്താൽ മതി. ഇതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും PNB വഴി നോമിനേഷൻ ചെയ്യപ്പെട്ടു, ന്യൂ ബ്രൻസ്വിക്ക് പിന്നെ ഇമിഗ്രേഷൻ ന്യൂ ബ്രൻസ്വിക്ക് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സോ നമുക്കില്ലാത്തതുകൊണ്ട് അത് നോ കൊടുക്കാം. പിന്നെ കുറച്ച് പോളിസീസ് ഒക്കെ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ആണ്, അത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതുന്നു, സേവ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ അടുത്ത ഫോമിലോട്ട് പോകും. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത്രയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നു. അപ്പോൾ ഈ ന്യൂ ബ്രൻസ്വിക്ക് പ്രോഗ്രാമിൽ നിങ്ങൾ സ്വയം രജിസ്റ്റർ ചെയ്യുക, ഏജൻസിയുടെ ആവശ്യമില്ല.
പിന്നെ ഞാൻ പറഞ്ഞ എക്സ്പ്രസ് എൻട്രി, പ്രൊഫൈൽ ക്രിയേഷൻ, ഇതൊക്കെ ഒരു വലിയ ടാസ്കുകളാണ്. മീൻസ് ഇപ്പോൾ നിങ്ങൾ മെയ് 24 മുമ്പ് എന്തായാലും ചെയ്തു തീർക്കാൻ പറ്റില്ല, ഇത് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് നോ പറയേണ്ടടുത്തൊക്കെ നോ പറഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഭാഗ്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ നോമിനേഷൻ ഇൻവിറ്റേഷൻ വരട്ടെ. ആംഷറിൻ്റെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സർവീസ് ഒരുക്കിയിരിക്കുന്ന കോട്ടയം ആംഷറിലാണ്. നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാം, കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കോട്ടയത്ത് നേരിട്ട് ചെല്ലുക. ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ഫോൺ വിളിക്കേണ്ട. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്കൊക്കെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാറിയാവുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാവും, അവർക്ക് കൊടുത്ത് ഇത് ചെയ്യിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഇത് ചെയ്യാം. Wishing you all the best.